Hello friends, welcome to the channel. We will talk about Paytm Hdfc credit card. Recently, we have features and annual fees. April updates. Already Paytm credit card. Paytm credit card. Actually, this video is full. Multiple credit cards. Changes full discuss. Subscribe notification Instagram Facebook available link in description follow follow just link follow learn with GH channel support share friends share support subscribe first Paytm Hdfc credit card details updated features annual fees details credit card types credit card Paytm Hdfc tie Paytm Hdfc Bank credit card. That is normal credit card. This is actually Mumbai features 3% cashback for all purchase from Paytm. That is capping per month maximum 500. Capping fees change. Spending 2%. That is same same capping per month. Then baki 1% cashback aayirunnu baaki alla retail transaction adum same thaneyanu pakshe capping 1000 rupees per monthly vannittund ട്ടാ പിന്നെ നമുക്ക് monthly fee waiver on retail spend worth ₹5000 in a month അങ്ങനെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ actually membership അല്ലെങ്കിൽ monthly membership fee എന്ന് പറഞ്ഞ സംഭവം ഇതിന്റെ annual charge ആയിരുന്നില്ല എല്ലാ മാസവും നമുക്ക് 49 plus GST അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നു അപ്പോൾ അത് actually waive off ചെയ്യണമെങ്കിൽ നമുക്ക് മാസം നമ്മൾ 5000 രൂപ സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അതായത് ഇപ്പോൾ annual fee membership fee ആക്കി മാറ്റിയിട്ടുണ്ട് 500 plus GST ആണ് ഫീസ് വരുന്നത് അപ്പോൾ നമുക്ക് അത് waive off ചെയ്യണമെങ്കിൽ നമ്മൾ annually 30000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം അതും ആദ്യത്തെ 3 മാസത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്താൽ അത് waive off ചെയ്യുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആനുവൽ waive off ചെയ്യണമെങ്കിൽ 12 മാസത്തിൽ നിങ്ങൾ 50000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി waive off ചെയ്തിട്ട് കിട്ടും അപ്പോൾ അതൊരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നല്ല പരിപാടിയാണ് എന്ന് വെച്ചാൽ ഈ മന്ത്ലി ഫീ എടുക്കുന്ന പരിപാടി ബോർ പരിപാടി എന്ന് വെച്ചാൽ അത് നമുക്ക് 49 പ്ലസ് GST എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് 12 മാസം കൊടുക്കുമ്പോൾ ശരിക്കും 500ന്റെ മുകളിൽ വരും 700 ആ റേഞ്ചൊക്കെ പ്രൈസ് വരും അപ്പോൾ വൻ നഷ്ടമായിരുന്നു ഈ കാർഡ് ആ സമയം ഇപ്പോൾ ഇത് ഒരു കുഴപ്പമില്ലാത്ത സംഭവമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് Paytm Hdfc Bank സെലക്ട് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് അത് ഇതിലും സെയിം തന്നെ വന്നേക്കുന്നത് പക്ഷേ എന്താ ഡിഫറൻസ് വന്നേക്കുന്നത് ക്യാപ്പിംഗിലാണ് ഡിഫറൻസ് വന്നേക്കുന്നത് ഇതിൽ നമുക്ക് 5% ക്യാഷ് ബാക്കിന് ക്യാപ്പിംഗ് വന്നേക്കുന്നത് 1500 പ്ലസ് മന്ത് ആയിരുന്നു അച്ഛാ പെർ മന്ത് ആണ് അതുപോലെ തന്നെ 2% ക്യാഷ് ക്യാപ്പിംഗ് വന്നേക്കുന്നത് 500 തന്നെയാണ് സെയിം തന്നെയാണ് പിന്നെ 1% ക്യാഷ് ബാക്ക് അതർ റീറ്റെയിൽ ട്രാൻസാക്ഷൻ വന്നേക്കുന്നത് ക്യാപ്പിംഗ് വന്നേക്കുന്നത് 2000 ആണ് കേട്ടോ അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് വന്നേക്കുന്നത് Paytm Hdfc Bank സെലക്ട് ക്രെഡിറ്റ് കാർഡിൽ ഇനി അടുത്ത് നമുക്ക് Paytm Hdfc Bank മൊബൈൽ ക്രെഡിറ്റ് കാർഡ് അതായത് വെർച്വൽ ക്രെഡിറ്റ് കാർഡ് സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിനാണ് ഇതിന് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഇതിനെല്ലാത്തിനും ഡിഫറൻസ് വന്നേക്കുന്നത് ക്യാപ്പിങ്ങിനാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ കറണ്ട് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 2% ക്യാഷ് ബാക്ക് ഓൺ ഓൾ പർച്ചേസ് ഫ്രം Paytm അതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ നോർമൽ ആയിട്ടുള്ള ഫീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മാറ്റിയിട്ട് 3% ഓൺ എവരി പർച്ചേസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പെർ മന്ത് 250 രൂപ ക്യാഷ് ബാക്കും ക്യാപ്പിംഗ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള Paytm സ്പെൻഡ് നമുക്ക് 1% ആയിരുന്നു അതിപ്പോൾ കൂട്ടിയിട്ട് 2% ആക്കിയിട്ടുണ്ട് പക്ഷേ ക്യാപ്പിംഗ് 250 രൂപ പെർ മന്ത് അത് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളതിനും 0.5 ക്യാഷ് ബാക്ക് ആയിരുന്നു അതർ റീറ്റെയിൽ ട്രാൻസാക്ഷന് അത് സെയിം തന്നെയാണ് പക്ഷേ ക്യാപ്പിംഗ് 500 രൂപ വന്നിട്ടുണ്ട് അതാണ് ഈ മെയിൻ ഡിഫറൻസ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് മന്ത്ലി മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞാൽ 29 പ്ലസ് GST ആയിരുന്നു അത് നമുക്ക് ആക്ച്വലി waive off ചെയ്യണമെങ്കിൽ 2500 നമ്മൾ മന്ത്ലി സ്പെൻഡ് ചെയ്യുന്ന വരും അത് മാറ്റിയിട്ട് ഇപ്പോൾ ഇതിന് ആനുവൽ മെമ്പർഷിപ്പ് ഫീ ആയിട്ട് 149 രൂപ പ്ലസ് GST ആക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇനീഷ്യലി 1000 രൂപ നമ്മൾ 3 മാസത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് waive off ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ 12 മാസത്തിൽ 2500 അല്ല 25000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി waive off ചെയ്യാം കേട്ടോ അത് ഇതിപ്പോൾ ആക്ച്വലി ചേഞ്ച് ചെയ്തിരിക്കുന്ന അത്യാവശ്യം നല്ല പരിപാടിയാണ് ഈ ആനുവൽ ഫീസിൻ്റെ ഭാഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു മറ്റേതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ക്യാപ്പിംഗ് ഒന്നും മാത്രം പിന്നെ ഉള്ളത് HDFC ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ് ആയിരുന്നു അതിൽ നമുക്ക് സെയിം തന്നെ വന്നേക്കുന്നത് സെയിം ബാക്കി ഒരു ചെറിയൊരു ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ കറണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്കൊരു കോൾ വരുന്നുണ്ട് എന്ത് സ്പാം വന്നുണ്ട് ഇത് നമുക്ക് 3% ക്യാഷ് ബാക്ക് ഓൺ ഓൾ പർച്ചേസ് ഫ്രം Paytm അത് സെയിം തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ പെർ മന്ത് നമുക്ക് 500 ക്യാപ്പിംഗ് വന്നിട്ടുണ്ട്
ക്യാഷ് ബാക്ക് ഓഫ് 3% ഓൺ മന്ത്ലി ബിൽ പേയ്മെൻറ്റ് അങ്ങനെ ഒരു ഫീച്ചർ ഇതിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ ആക്ച്വലി ഒരു കുറച്ചിട്ട് 2% ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാപ്പിംഗ് വെച്ചിട്ട് 500 ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സെയിം ആണ് 1% ക്യാഷ് ബാക്ക് ആയിരുന്നു അതർ റീറ്റെയിലിന്, അത് സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് 1000 രൂപ ക്യാപ്പിംഗ് പെർ മന്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ക്യാഷ് അഡ്വാൻസ് ഫീ റിവേഴ്സിംഗ് ഫോർ ഫസ്റ്റ് ട്രാൻസാക്ഷൻ സംഭവം ഉണ്ടായിരുന്നു. അതായത് മാക്സിമം 500 ക്യാഷ് അഡ്വാൻസ് ഫീ, അതായത് നമുക്ക് ATM ഉപയോഗിക്കുമ്പോൾ അത് എപ്പോൾ ആ ഫീച്ചർ ഡിസേബിൾ ചെയ്തപ്പോൾ അങ്ങനെ സംഭവം ഇല്ല കേട്ടോ. അതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി Paytmൻ്റെ കാർഡ് വലിയ താല്പര്യമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ ആക്ച്വലി ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ Paytm ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ എല്ലാ സംഭവത്തിനും Paytm ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ലാത്ത കാർഡാണ്. അല്ലെങ്കിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാലും ക്യാഷ് ബാക്ക് റിവാർഡ് പോയിന്റ് സിസ്റ്റം എല്ലാം ഒരു ബിലോ ആവറേജ് തന്നെയാണ് ഞാൻ അപ്പോൾ പറയുള്ളൂ. പോരാത്തിന് ഇപ്പോൾ ക്യാപ്പിംഗ് വന്നപ്പോൾ ഒന്നുകൂടിയും പൂർത്തിയായി. അപ്പോൾ എൻ്റെ ഒരു ഓവറോൾ വെർഡിക്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിനൊരു ബിലോ ആവറേജിനായിട്ടും റേറ്റിംഗ് കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ് നോർമലി നിങ്ങൾക്ക് അറിയാം Paytmൻ്റെ കാർഡ് നോർമലി പ്രീ അപ്രൂവ്ഡ് ആണ് ഓഫർ വരിക. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രൈമറി ഫസ്റ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, കുഴപ്പമില്ല. HDFC ബാങ്കിൻ്റെ കാർഡ് ലിങ്ക് എടുക്കാം. അപ്പോൾ പക്ഷേ അതിന് കുഴപ്പമെന്താ വെച്ചാൽ നിങ്ങൾക്ക് നോർമൽ HDFC ബാങ്കിൻ്റെ ഓഫേഴ്സ് ഈ കാർഡിന് കിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഇത് മെയിനായിട്ട് കൊടുത്തേക്കുന്നത് Paytm യൂസേഴ്സിനാണ്. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ Paytm ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്യാഷ് ബാക്കെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു ബെനിഫിറ്റ് ഉണ്ടായതൊക്കെ ഈ ആനുവൽ ഫീ അല്ലെങ്കിൽ ഈ ഫീൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ടുണ്ട്. എന്ന് വെച്ചാൽ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞല്ലോ 49 പ്ലസ് GST വരുമ്പോൾ നിങ്ങൾ 12 മാസം കൊടുത്ത് വരുമ്പോൾ 700 ആ റേഞ്ചിലൊക്കെ പ്രൈസ് വരുന്നത്. അതിപ്പോൾ കുറച്ചിട്ട് 500 പ്ലസ് GST ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 600 താഴെ അല്ല 600-650 താഴെ റേഞ്ചിൽ നിൽക്കും. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാനുള്ളത് ലിമിറ്റും വലിയ കൂടുതലെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം കൊടുത്തേക്കുന്നത് നമുക്ക് 50,000 പെർ 12 മാസത്തിൽ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു ബോർന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാഷ് ബാക്ക് റിവാർഡ് പോയിന്റ് സിസ്റ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എനിക്ക് വലിയ താല്പര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. പിന്നെ താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. പക്ഷേ നിങ്ങൾ പ്രീ അപ്രൂവ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ആക്ച്വലി വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രത്യേകം മുമ്പ് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഹൗസ് വെരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്ത് പ്രീ അപ്രൂവ്ഡ് ആയാലും HDFC ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഹൗസ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ ഓഫീസ് വെരിഫിക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട, കറക്റ്റ് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാം ചാനൽ കാണുന്നവർ പോയി കണ്ടു 𝘄𝘄𝘄𝗄 ചാനലിൻ്റെ പേര് കാണാൻ മറക്കണ്ട കേട്ടോ. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ. എവിടെ